نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മളെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന അഭിമാനബോധത്തോടുകൂടി ജീവിതത്തിൻ്റെ അവസാനം വരെ കഴിച്ചു കൂട്ടുവാൻ കരുതിക്കൂടി ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ പ്രവണതയോട് നമുക്കുണ്ടാവേണ്ട നിലപാടെന്ത് എന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്. അതോടൊപ്പം നമ്മുടെ മനസ്സിൽ നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു വികാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. 41-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുസ്സിലത്തിലെ 33-ാമത്തെ ആയത്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇത് നമ്മൾ ഓരോ ക്ലാസ്സുകൾക്ക് പോയിരിക്കുമ്പോഴും പ്രഭാഷണങ്ങൾക്ക് പോയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ നമ്മളെ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആയത്താണ്. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അതിന്റെ അവസാന ഭാഗത്ത് وقال إنني من المسلمين, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ആൾ, അയാളുടെ ജീവിതത്തിൽ അതിന് ഉപോത്ബലകമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ എമ്പോഴും ഉണ്ടാവുകയും ആ സൽക്കർമ്മങ്ങൾ നിറഞ്ഞ സൽസ്വഭാവമുള്ള ഒരു ജീവിതത്തെ കണ്ട് മറ്റുള്ള ആളുകൾ ആ ജീവിതത്തിൽ ആകൃഷ്ടരാവുകയും ആ ജീവിതം നമ്മൾ നയിക്കുവാൻ ഉള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചത് എവിടെയെന്ന് അന്വേഷിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ അടങ്ങുന്ന കിതാബുകളിലേക്ക് മടങ്ങുകയും അത് പഠിക്കാൻ തയ്യാറാവുകയും അങ്ങനെ അവർ ആ മാർഗം സ്വീകരിക്കാൻ തയ്യാറാവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളെക്കാൾ ഉത്തമരായ ആളുകൾ ആരുണ്ട്? ഇതാണ് ശരിക്കും ദഅവത്ത്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾക്ക് ഈ പറഞ്ഞ ഈ അഭിമാനബോധം എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ നമ്മൾ ഈ പറയുന്ന ബാക്കിയുള്ള രണ്ടും ഇല്ലാതെ പോവുകയാണ്. വിശ്വാസിയാണ് ഞാൻ എന്ന നിലയിൽ ഞാൻ ഊറ്റം കൊള്ളുമ്പോൾ മാത്രമാണ് ആ വിശ്വാസത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവേണ്ട സൽസ്വഭാവവും സൽക്കർമ്മങ്ങളും രണ്ടും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ മതിപ്പുണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ എല്ലാവരുടെയും വസ്തുതയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകാനാണ് വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഒരു മുസ്ലിം ആയതിൽ അഭിമാനപൂർവ്വം ജീവിക്കണം ഞാനും നിങ്ങളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിന് അഭിമാനിക്കാതിരിക്കണം? നമുക്കിടയിൽ ജീവിക്കുന്ന ആളുകളെ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ നിയമങ്ങളും അനുസരിക്കാതെ
മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചത് പറയേണ്ടതില്ല, ലിസ്റ്റ് വായിക്കേണ്ടതില്ല. അത്രമേൽ മോശമായി ആളുകൾ ജീവിക്കുന്നു. ആ മോശമായി മൃഗങ്ങൾ പോലും ചെയ്യാൻ അറക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെയുള്ള വൃത്തികെട്ട ഒരു ജനവിഭാഗത്തിന്റെ നടുവിൽ എല്ലാ ഗുഡ് ക്വാളിറ്റീസുമുള്ള, എല്ലാ സൽഗുണങ്ങളുമുള്ള, സൽഗുണ സമ്പന്നരായ ഒരുപറ്റം ആളുകൾ ജീവിച്ചു പോകുന്നു. അത് തന്നെ ഒരു അഭിമാനമല്ലേ? അങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാരായ ആളുകൾ അള്ളാഹു പറഞ്ഞയച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നിയോഗ ലക്ഷ്യം പറയുന്നത് ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. സൽസ്വഭാവത്തിന്റെ സകല ഭാവങ്ങളും ആളുകൾക്ക് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുവാനും അത് അവരെ കൊണ്ട് അഭ്യസിപ്പിക്കുവാനും അവർ സൽസ്വഭാവികളാക്കി മാറ്റി തീർക്കുവാനുമാണ് ഞാൻ നിയുക്തനായത് എന്ന്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്നിട്ട് പ്രവാചക തിരുമേനി പറഞ്ഞു ഖിയാറുക്കും ഖിയാറുക്കും അഖ്ലാഖ, നിങ്ങളിൽ സൽസ്വഭാവികളാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. ഇന്ന മിൻ അഹ്സനിക്കും ഇലയ്യ വഅഖറബുക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുക്കും അഖ്ലാഖ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പളുങ്ക് സ്വഭാവമുള്ള ആളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അങ്ങനെ സ്വഭാവമുള്ള ആളുകളാണ് പരലോകത്ത് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കാനും അടുത്തിരിക്കാനും ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകൾ. ഇതുണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളുടെ രൂപീകരണമാണ് ഇസ്ലാം മതത്തിന്റെ പ്രചാരണം കൊണ്ട് നമ്മൾ ലക്ഷ്യപ്പെടുന്നത്. പ്രവാചക തിരുമേനിയെ കുറിച്ച് അറിയാൻ വേണ്ടി ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്ന ആളുകൾ അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ഖുർആനിന്റെ 1/4 ഭാഗം 1500-ലേറെ സൂക്തങ്ങൾ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് വിശ്വാസികൾ തന്നെ പലർക്കും അറിയില്ല. അത് പഠിക്കണ്ടേ? അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ സുപ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു സ്വഭാവ രൂപീകരണത്തിൽ അള്ളാഹു ഉണ്ടാവണം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ എന്ന് കരുതുന്ന ലക്ഷ്യം വെച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവവിശേഷമാണ് ദീനിന്റെ കാര്യത്തിലുള്ള ഇസ്സത്ത് എന്ന് പറയുന്നത്, അഭിമാനബോധം എന്ന് പറയുന്നത്. ആ അഭിമാനബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം പലരും അഭിമാനം കാണുന്നത് പണമുണ്ടാകുമ്പോഴാണ്, വലിയ തറവാട്ടിൽ ജനിക്കുമ്പോഴാണ്, അധികാരമുണ്ടാകുമ്പോഴാണ്. അങ്ങനെയുള്ള കുറെ സംഗതികളാണ് പലപ്പോഴും ഈ അഭിമാനത്തിന്റെ സിമ്പലായി ആളുകൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയ അന്തസ്സുള്ളവൻ, എല്ലാ അന്തസ്സിന്റെയും ഉടയവൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. മുനാഫിക്കുകളുമായിട്ടുള്ള അഭിസംബോധനയിൽ മുനാഫിക്കുകളോട് പറയുന്ന രൂപത്തിലാണ് സൂറത്തുൽ മുനാഫിഖൂൻ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് പ്രതാപമൊക്കെയും അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്കാണ്, പിന്നീട് സത്യവിശ്വാസികളായി മുവഹ്ഹിദുകളായി ജീവിച്ചു പോകുന്ന ആളുകൾക്കുമാണത്. പക്ഷെ മുനാഫിക്കുകൾക്കുണ്ടോ? അതറിയുന്നു, അവർക്കതറിയില്ല. മൻ കാന യുരീദുൽ ഇസ്സത വലില്ലാഹിൽ ഇസ്സത്തു ജമിയ. ഇസ്സത്ത്, പ്രതാപം, അഭിമാനകരമായ അസ്തിത്വം എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ, അത് അള്ളാഹുവിനാണ് പൂർണ്ണമായിട്ടുമുള്ളത്. അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും ശക്തിയിൽ നിന്ന് നിങ്ങളത് തേടാൻ പോയാൽ നിങ്ങൾ മാനങ്ങളും വമയ്യുഹിനില്ല ഫമാലഹു മിൻ മുക്രിം. അള്ളാഹു എങ്ങാനും വഷളാക്കാൻ തീരുമാനിച്ചാൽ, അഭിമാനബോധം അപമാനിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ കഥ കഴിഞ്ഞത് തന്നെ. പിന്നെ ആർക്കും നിങ്ങൾക്ക് അന്തസ്സും അഭിമാനവും തിരിച്ചു നൽകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കണം അത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കൊപ്പിച്ച് ജീവിക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങൾക്കൊപ്പിച്ച് ജീവിതത്തെ ചുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട സംഗതിയാണത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ പ്രലോഭനങ്ങൾ വീഴ്ത്തിയിട്ട് അള്ളാഹുവിന്റെ ദീൻ എന്ന ഈ അഭിമാന ബോധത്തിൽ നിന്നും അതിന്റെ പ്രബോധനത്തിൽ നിന്നും പിന്നാക്കം വലിക്കുവാൻ മുശ്രിക്കുകൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ അങ്ങേയറ്റം സഹിക്കുമ്പോഴും പ്രവാചക തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്ന ഈ വല്ലാത്ത ഇസ്സത്തിന്റെ ബോധമുണ്ടായിരുന്നല്ലോ, അതിനെ തകർക്കാൻ അവർ കഴിഞ്ഞിരുന്നില്ല. അതിനെ തകർക്കാൻ കഴിയില്ല. പക്ഷെ അതിനെ തകർക്കാൻ പലരും പണവും അധികാരവും അതുപോലെയുള്ള സുന്ദരികളായ സ്ത്രീകളും അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചു നീട്ടാറുണ്ട്. അതിൽ പലരും തോറ്റുപോകുന്നുമുണ്ട്.
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ താലിബിന്റെ പക്കൽ ചെന്ന് ഇവരിത് പരാതി പറയുകയും അദ്ദേഹം വിളിച്ച് അദ്ദേഹം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗതി അവരുടെ അടുക്കൽ ഒന്ന് നീ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുമ്പോ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, മാ അന ബിഅഖ്ദർ അലാ അൻ അദ്അലകും ദാലിക മിൻ അൻ തുശ്ഇലൂ ലീ മിൻഹു ശൗല. മുറ്റത്തേക്ക് ഇറങ്ങിയെന്ന് നിങ്ങൾക്ക് ആ സൂര്യനെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് പ്രവാചക തിരുമേനിയോട് ചോദിച്ചു. ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് അതെനിക്ക് നിങ്ങൾ സമ്മാനമായി നൽകിയാലും എനിക്ക് ഈ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അതാണ് നമ്മൾ മറ്റൊരു ഭാഷയിൽ കേൾക്കാറ്, വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ച് എന്നാൽ പോലും ഈ ദൗത്യ നിർവഹണ രംഗത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ പുറകോട്ട് പോവുകയില്ല എന്ന ധീരമായ പ്രഖ്യാപനം. ഈ ധീരമായ പ്രഖ്യാപനം മനസ്സിലുണ്ടാകുന്നത് ആ വല്ലാത്തൊരു ഇസ്സത്ത് മതത്തിന്റെ ഈമാനിന്റെ ഭാഗമായി നെഞ്ചകത്ത് മനസ്സിനകത്ത് കുടിയിരിക്കുമ്പോൾ മാത്രമാണ്. അതായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇസ്സത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അനുയായികളെ മുഴുവൻ വളർത്തിക്കൊണ്ടുവന്നത്. ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു വല്ലാത്തൊരു ഇങ്ങനെയുള്ള നജ്ജാശി രാജാവിന്റെ സദസ്സിൽ ഈ ഒരു അഭിമാനബോധം കൃത്യമായി വരച്ചിടുന്നുണ്ട്. അദ്ദേഹവുമായൊരു സംവാദം നടക്കുകയാണ്. അയ്യുഹൽ മലിക് കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയത്തിൻ നഅബുദുൽ അസ്നാം. അല്ലയോ രാജാവേ, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ബഹുദൈവ ആരാധകരായിരുന്നു ഞങ്ങൾ. നഅകുലുൽ മൈത വനഅതിയൽ ഫവാഹിഷ് വനഖ്തഉൽ അർഹാം. അങ്ങനെ ഒരു പട്ടിക അദ്ദേഹം നീണ്ട പട്ടിക പറയുന്നുണ്ട്. ഞങ്ങൾ ചത്തതിനെ തിന്നുമായിരുന്നു, സകല തോന്യാസങ്ങളും ഞങ്ങൾ ചെയ്യുമായിരുന്നു, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ആളുകളായിരുന്നു, അയൽവാസികളോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയിരുന്നു, ഞങ്ങളിൽ കരുത്തരായ ആളുകൾ ദുർബലരായ ആളുകളെ ആക്രമിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ തോന്യാസികളായി വിവരദോഷികളായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയുക്തനായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹമായി പ്രവാചകൻ അയച്ചു തന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന്റെ ഗോത്രത്തെ അറിയാം, കുടുംബത്തെ അറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷണങ്ങൾ അറിയാം, അദ്ദേഹത്തിന്റെ മാന്യതയെ അറിയാം, അദ്ദേഹത്തിന്റെ എല്ലാ പെരുമാറ്റങ്ങളും ഞങ്ങൾക്കറിയാം. ആ മനുഷ്യൻ, ആ നല്ല മനുഷ്യൻ, ആ സൽസ്വഭാവിയായ മനുഷ്യൻ ഞങ്ങളെ ക്ഷണിച്ചു. എന്തിന്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കണ്ട കല്ലുകൾക്ക് മുഴുവനും ആരാധന അർപ്പിച്ചിരുന്ന, പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്ന, ബിംബങ്ങൾക്ക് മുമ്പിൽ കാണിക്ക വെച്ചിരുന്ന, നേർച്ചകൾ കൊണ്ടുപോയി വെച്ചിരുന്ന, അവരെ വിളിച്ചു തേടിയിരുന്ന മ്ലേച്ഛമായ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഞങ്ങളെ മോചിപ്പിച്ചു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഈ ഒരു വിശ്വാസപരമായ വൈകല്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, അമറന ബിസിദ്ഖിൽ ഹദീസ്, സത്യം മാത്രമേ പറയാവൂ കേട്ടോ. അമാനത്തുകൾ നിങ്ങൾ പൂർത്തിയാക്കണം, നിങ്ങൾ കുടുംബ ബന്ധങ്ങളും മറ്റുള്ള ബന്ധങ്ങളും ചേർക്കണം, അയൽവാസികളോട് നന്നായി പെരുമാറണം. അങ്ങനെ പോകുന്ന ഒരു നീണ്ട പട്ടിക അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു. ജീവിതത്തിൽ ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും മാന്യമായി ജീവിക്കുന്ന, സംസ്കാര സമ്പന്നരായ ആളുകളായി ഞങ്ങൾ മാറി. ഇതാണ് ഈ അഭിമാനബോധം എന്ന് പറയുന്നത്. ഈ അഭിമാനബോധം ഉണ്ടാകണമെങ്കിൽ ഇപ്പറഞ്ഞ തോന്യാസങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും പഠിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അതില്ലാത്തതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. ഉസാമ റളിയല്ലാഹു തആല ഒരിക്കൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹക്കീം ഇബ്നു ഹിസാം ഒരു നാട്ടിൽ പോയപ്പോ പ്രവാചക അവിടെ ഒരു വലിയ ഒരു രാജാക്കന്മാർ ധരിക്കുന്ന റോയൽ ഡ്രസ് വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നി, ഈ ഡ്രസ് പ്രവാചക തിരുമേനി അണിഞ്ഞാൽ നന്നാവുമെന്ന്. അദ്ദേഹം പ്രവാചകന് വേണ്ടി ആ ഡ്രസ് വിലക്കുവാൻ, എന്നിട്ട് പ്രവാചകനോട് അടിയാൻ പറഞ്ഞു. മനോഹരമായിരുന്നു, സുന്ദരമായി പ്രവാചകന് ചേരുന്ന ആ ഡ്രസ് പ്രവാചകനിട്ടു. മനോഹരമായ ഡ്രസ്, നല്ല അന്തസ്സും അഭിമാനത്തോടു കൂടി ഇങ്ങനെ നടക്കാവുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നവരോ ആ ഡ്രസ് ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന് നൽകി. ഉസാമയുടെ പിതാവായിരുന്നു നിങ്ങൾക്കറിയാമോ?
സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ഒരു അടിമയായിരുന്നു. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഷഹീദായി പോയ സെയ്ദിന്റെ മകൻ നുസാമ എന്ന് പറയുന്ന വളരെ ചെറുപ്പമുള്ള ഒരു സൈന്യാധിപൻ നൽകി. ഇത് കണ്ട് വാങ്ങിക്കൊടുത്ത ആൾക്ക് നീരസം വന്നു. അദ്ദേഹം മുസാമയോട്, അത് നീയൊക്കെ പോയി കുപ്പായിട്ട് നടക്കാൻ മാത്രമായോ, ഇതൊക്കെ വലിയ വലിയ ആളുകൾ ഇടേണ്ട ഡ്രസ്സല്ലേ എന്ന രൂപത്തിൽ സംസാരിച്ചു. യാ ഉസാമ അൻത തൽബസ് റൂയിസിന്റെ ഈ ഡ്രസ്സൊക്കെ നീ ധരിക്കുകയോ? ഇതൊക്കെ വലിയ വലിയ ആളുകളിട്ട ഡ്രസ്സല്ലേ? ഞാൻ എനിക്ക് ധരിക്കാം അത്. വല്ലാഹി ലഅന ഖൈറും മിൻ റീസിൻ വല അബി ഖൈറും മിൻ നബി. നിങ്ങൾ പറയുന്ന മനുഷ്യനേക്കാൾ എത്രയോ ഖൈർ ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പിതാവിനേക്കാൾ എന്റെ പിതാവാണ് ഏറെ ശ്രേഷ്ഠൻ. ഈ മഹത്വം, ഈ ഖൈർ ആര് നൽകിയതാണ്? വിശ്വാസം നൽകിയതാണ്. ഒരടിമയുടെ മകനാണ് ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് സ്വയം കരുതുന്നത്. അങ്ങനെ കരുതാൻ എന്താണ് അയാളെ പ്രേരിപ്പിച്ചത്? അയാളുടെ ഈമാനാണത്. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ഉയർന്ന വിധാനത്തിലേക്ക് നിൽക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചനവുമായി കടന്നു ചെല്ലുന്നു. ഒരു കരാറിന്റെ പേരിൽ, ഒരു കരാറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഒരു വാഹനം, രണ്ടാളുകൾ ഊഴമിട്ട് ഖലീഫയും ഭൃത്യനും എങ്ങനെ വാഹനം മാറി പോവുകയാണ്. അവസാനം അവിടുത്തെ നമ്മൾ റോയൽ ഫാമിലീസ് ഒക്കെ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവിടുത്തെ അങ്ങനെയുള്ള ആളുകളുമായി പാത്രിയാക്കീസുമായി സംസാരിക്കുവാൻ അവിടെ ചെന്നിറങ്ങുന്ന സന്ദർഭത്തിൽ നടന്നു പോകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആണ്. കയ്യിൽ ചെരുപ്പും പിടിച്ചിട്ട് ഇങ്ങനെ വാഹനത്തിന്റെ മൂക്കേറും പിടിച്ചിങ്ങനെ നടന്നു വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ കണ്ടപ്പോ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സങ്കടം. നമ്മളുടെ ഖലീഫയല്ലേ അത്, ഇവരെന്താ വിചാരിക്കുക എന്ന് തോന്നിപ്പോയി. സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു മനപ്രയാസം. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബിനോട് അങ്ങനെ തന്നെ പറഞ്ഞു, ആളുകൾ എന്താ വിചാരിക്കുക? വലിയ സമൂഹത്തോട് നിങ്ങൾ ഒരു നമ്മുടെ ഖലീഫ എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ഒരാൾ വരില്ലേ, നിങ്ങൾക്ക് ആ വാഹനത്തിന്റെ പുറത്തേറിയിട്ട് ആ ഭൃത്യനെ നടത്തിയിട്ട് ഒരു അഭിമാന ബോധത്തോടു കൂടി മുന്നിറങ്ങാമായിരുന്നില്ലേ എന്ന്. അതാണ് ആ ചോദ്യം. അപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ദേഷ്യത്തിന്റെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ലൗ യഖൂലു ദാ വൈറക യാ അബാ ഉബൈദ ജഅൽതുഹു നകാലൻ ലിഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉബൈദയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അത്രമേൽ ഇഷ്ടമായിരുന്നു. അബൂ ഉബൈദ, താങ്കളല്ല മറ്റാരെങ്കിലും ആയിരുന്നു ഈ സെന്റൻസ് എന്നോട് പറഞ്ഞിരുന്നതെങ്കിൽ ഉമ്മത്ത് മുഹമ്മദിലെ ഇനി വരാനുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പാഠമെന്നോണം ഞാൻ ശിക്ഷ നടപ്പിലാക്കിയേനെ. അത്ര കടുത്ത വാക്കാണ് താങ്കൾ പറഞ്ഞത്. അത്ര കടുത്ത വാക്കാണ്. ഇന്ന കുന്ന അതല്ല ഖൗമൻ, നമ്മളൊരു നിന്ദ്യരായ വർഗമായിരുന്നു അബൂ ഉബൈദ. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഒരു ജീവിത ശൈലിയിലേക്ക് വഴി നടത്തുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രതാപവന്മാരാക്കി മാറ്റി. അല്ലാഹു വരച്ചു കാണിച്ച വഴിയിലൂടെ അല്ലാതെ ആരെങ്കിലും പ്രതാപം അന്വേഷിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദനാക്കും, വഷളാക്കും. അതൊന്ന് ഓർത്തു വെക്കണമെന്ന്. ഇസ്ലാമിന്റെ കൊടിക്കൂറക്ക് കീഴിൽ നിന്നുകൊണ്ട് ഇസ്ലാമികമായ ഒരു സരണിയിലൂടെ മുമ്പോട്ട് പോയി ഇസ്ലാമികമായ വഴിത്താരകളെ ധന്യമാക്കി കടന്നുപോയിട്ടല്ലാതെ നിങ്ങൾക്ക് പ്രതാപത്തിലെത്താൻ കഴിയുകയില്ലെന്ന്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കിട്ടുന്ന, പ്രവാചകൻ പഠിപ്പിച്ച ഒരു ശൈലിയാണ്. ഈ ശൈലി പലപ്പോഴും നമ്മൾ കേട്ടതാണ്. റുബഈ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു റുസ്തുമിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു കുന്തത്തിൽ പരവതാനിയിലൂടെ കുന്തത്തിൽ ഇങ്ങനെ കുത്തിക്കടന്നു പോകുന്ന വൈകാരികമായ രംഗം മദ്രസ പാഠപുസ്തകത്തിൽ കുട്ടികളെ ഉണ്ടാവാൻ വേണ്ടി പഠിപ്പിക്കാറുണ്ട്.
പഠിപ്പിക്കാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ കയറി ചെന്നിട്ട് ഇങ്ങനെ അവർ പുച്ഛിച്ചു ആ ഡ്രസ്സും സംഗതികളും ഒക്കെ കണ്ടപ്പോ. അവിടുന്ന് ഒരു ആൺകുട്ടിയായി എഴുന്നേന്നുകൊണ്ട് റുബൈ പറയുന്ന വാക്കുണ്ട്, ലഖദ് ഇബ്താഅനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പലരെയും വിളിച്ചു തേടുന്ന ആളുകളുണ്ട്, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, ആരാധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ ഒന്നിനെയും ആരാധിച്ചുകൂടാ. എല്ലാ പടപ്പുകളുടെയും രക്ഷിതാവായ പടച്ചവനായ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാവൂ ആളുകളെ തെരഞ്ഞെടുപ്പെടുത്താനാണ് ഞങ്ങൾ നിയുക്തരായിരിക്കുന്നത്. ഇസ്ലാം, മതങ്ങളൊക്കെ ഉണ്ടാക്കിയ പല പല ഉച്ചനീചത്വങ്ങളും മുതൽക്കെട്ടുകളും ഒക്കെ വലിച്ചു പൊളിച്ച് ഇല്ലാതെയാക്കി വലിച്ചെറിഞ്ഞ് ദീനിന്റെ വിശാലമായ ദീദിബോധത്തിലേക്കും സാഹോദര്യത്തിലേക്കും നന്മയിലേക്കും ആളുകളെ വഴി നടത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദുനിയാവിന്റെ ഇടുക്കത്തിൽ നിന്ന് വിശാലമായ ആഖിറത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ പോകുന്നു ഈ അഭിമാനബോധം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ നിൽക്കുമ്പോ, ആളുകൾ പരിഹസിക്കുമ്പോ, ആളുകൾ നമ്മളിങ്ങനെ ഇകയ്ത്തുന്ന സന്ദർഭങ്ങളിൽ ഈ അഭിമാനബോധത്തോടു കൂടിയുള്ള സംസാരം ഉണ്ടാവാൻ സാധിക്കണം. ഖൈസ് ബിൻ സഅദ് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ വരുന്നത് ഹീറയിൽ നിന്നാണ് പ്രവാചകരെ. അവിടെ മർസുബാൻ എന്ന് പറയുന്ന സൈന്യാധിപന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളെ കണ്ടു ഞാൻ. എനിക്കപ്പോ തോന്നി, അങ്ങനെ സുജൂദിൽ വീഴുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ ഏറ്റവും അർഹൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. പ്രവാചക തിരുമേനി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമ്മൾ ശരിക്കും നെഞ്ചേറ്റ്, എന്റെ ഖബറിന്റെ മുമ്പിലൂടെയാണ് ഭാവിയിൽ താങ്കൾ നടന്നു പോകുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളുകൾ, ഇപ്പൊ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബർ മനസ്സിൽ കാണുക, അതിന് മുമ്പിലൂടെയാണ് താങ്കൾ പോകുന്നത് എങ്കിൽ താങ്കൾ ആ ഖബറിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോ, ഇല്ല. പ്രവാചകൻ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ നിക്കാഹിന്റെ ഖുതുബയിൽ കേൾക്കുന്ന ആ ഭാഗം അവിടെയുള്ളത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദിൽ വീഴണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ ഭാര്യയോട് പറയുമായിരുന്നു എന്ന്. അങ്ങനെ പാടില്ല. അത് ആ ഒരവസ്ഥയിൽ നമ്മുടെ ഈ തല നിവർത്തി തന്നെ പിടിക്കണം. അതിങ്ങനെ താന്നു പോകുന്ന, കൂപ്പി നിൽക്കുന്ന അവസ്ഥയുണ്ടാവരുത്. അത് ഇസ്സത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടാവണം. ഈ ഇസ്സത്ത് പ്രഖ്യാപിക്കേണ്ടടുത്ത് പ്രഖ്യാപിക്കുകയും വേണം. ആളുകൾ കളിയാക്കുകയും ആളുകൾ പരിഹസിക്കുകയും ആളുകൾ നമ്മൾ നിന്ദിച്ചുകൊണ്ട് കൊച്ചിടുകയും ചെയ്യുമ്പോൾ അതൊക്കെ വായിച്ചിങ്ങനെ ബേജാറായി നിൽക്കാനല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പരിശീലിപ്പിച്ചത്. ബഹുദരണാങ്കണത്തിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ പ്രശ്നമുണ്ടായപ്പോ വല്ലാത്തൊരു അങ്കലാപ്പ് സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ എന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വിളിച്ചു തേടാൻ ഉസ്സയുണ്ടോ? നിങ്ങൾക്കാരാണുള്ളത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്ത്, അജീബൂ. അതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ അന്തം വിട്ട് ബേജാറായി നിൽക്കാനല്ല നിങ്ങൾ അതിന് മറുപടി പറയേണ്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പോസ്റ്റുകൾ വരും, വാട്സപ്പിലുണ്ടാകും, ഫേസ്ബുക്കിലുണ്ടാവും, ഇൻസ്റ്റഗ്രാമിലുണ്ടാവും, സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവും. അതിങ്ങനെ നോക്കിയിട്ട് പറയുമ്പോൾ തന്നെ എന്ന് പറയേണ്ടവരെന്നെ വിശ്വാസികൾ. അജീബൂഹു, നിങ്ങൾ അതിന് മറുപടി പറയണം. എന്താണ് പ്രവാചകരെ ഞങ്ങൾ പറയേണ്ടത്? ഖുലൂ അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും എന്ന് വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടു. ബഹുദരണാങ്കണത്തിൽ ഉറക്കെ അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും എന്ന് സഹാബത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അല്ലാഹു മൗലാനാ ലാ മൗലാ ലക്കും. ഇതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇസ്ലാം മതത്തിൽ അഭിമാനം കൊള്ളുക. മതം നമ്മളെ ഒരുപാട് വൃത്തികേടുകളിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. അത് ഈ മതം ഉള്ളത് കൊണ്ട് മാത്രമാണ്. വല്ലാത്തൊരു സംസ്കാരം,
ആ സമ്പന്നമായ സംസ്കാരത്തിൽ നമുക്ക് അഭിമാനം കൊള്ളേണ്ടതില്ലേ, തോന്നേണ്ടതില്ലേ? വർണ്ണവിവേചനമില്ലാത്ത വല്ലാത്ത സാഹോദര്യം ചർച്ച ചെയ്യപ്പെടുന്ന ദിനങ്ങളാണല്ലോ. വർണ്ണവിവേചനമില്ലാത്ത സാഹോദര്യം ആരാണ് പഠിപ്പിച്ചത്? ഈ ഇസ്ലാം മതമാണ് പഠിപ്പിച്ചത്. മദ്യം നിഷിദ്ധമാക്കിയ മറ്റേത് മതത്തെ ചൂണ്ടിക്കാണുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ? മദ്യവും മയക്കുമരുന്നുകളും ഉണ്ടാക്കുന്ന ദൂഷ്യം, അത് ദൂഷ്യമാണെന്ന് പറയാത്തവരാരുമില്ല. പക്ഷെ അത് നിഷിദ്ധം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരേ ഒരു മതത്തിന്റെ അനുയായികളാണ് ഞാൻ നിങ്ങളും. പലിശയും ചൂതാട്ടവും സാമ്പത്തിക ചൂഷണങ്ങളും പാടില്ലെന്ന് പറഞ്ഞ മതത്തിൽ നിൽക്കാൻ നിങ്ങൾക്ക് എന്താ അന്തസ്സ് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ സക്കാത്ത് നിർബന്ധമാക്കി, പര സമസൃഷ്ടികളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ദയയും സഹാനുഭൂതിയും കരകവിഞ്ഞൊഴുകണം എന്ന് പഠിപ്പിച്ചു. അങ്ങനെ വ്യഭിചാരം, സ്വർഗരതി പോലെയുള്ള സംഗതികൾ ഉണ്ടായിക്കൂടെന്ന് പറഞ്ഞു. എത്ര വൃത്തിയുള്ള ജീവിതം! ആ ജീവിതം ഉൾക്കൊള്ളാൻ മനുഷ്യനായാൽ, ഒരു മുസ്ലിമിനായാൽ അയാൾക്ക് പറയാൻ കഴിയും, റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഇതിങ്ങനെ ഇടക്കിടക്ക് നമ്മളിങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടേയിരിക്കണം. റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ വിശ്വാസികളായി ജീവിക്കുമ്പോ ഖുർആനിന്റെ ഒരു ഓഫർ ഉണ്ട്. വലാ തഹിനൂ വലാ തഹ്സനൂ അൻതുമുൽ ഔലൗൻ വഅൻതുമുൽ ഔലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഈ ഒരു വിധാനത്തിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരില്ല. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങളെ മാനം കെടുത്തുവാനും നിങ്ങളായിരിക്കും അത്യുന്നതർ, നിങ്ങൾ വിശ്വാസികളെങ്കിൽ. ആ ഒരു അവസ്ഥയിൽ ജീവിച്ചു മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖവാത്ത് ഉസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഒന്നുകൂടി നിർത്തുന്നു. ഇങ്ങനെ ഒരു അഭിമാനബോധം ഉള്ള ആളുകൾക്ക് മാത്രമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദീനിനെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരൊക്കെ പതറിപ്പോകും. വിശ്വാസികൾ എന്ന നിലയിൽ മതത്തിൽ നിന്ന് ശക്തമായ കൊഴിഞ്ഞുപോക്കുണ്ട് എന്ന ആളുകൾ ആരോപിക്കുന്നു. കുറച്ചൊക്കെ ഉണ്ട്, ബാക്കിയുള്ള അതിശയോക്തിയാണ്. പക്ഷെ അങ്ങനെയുള്ള വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടം മുമ്പിൽ വരികയാണെങ്കിൽ വിശ്വാസിക്ക് പ്രതിരോധിക്കാൻ കഴിയണമെങ്കിൽ അയാളുടെ മനസ്സിൽ വല്ലാത്ത അഭിമാനബോധം ഉണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പൊ ഈ ദുരിതവും വളരെ പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എവിടെ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടി വരാതിരിക്കാൻ പരിശ്രമിക്കേണ്ടതാരാണ്? നമ്മളാണ്. ഒരെണ്ണം പോലും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കേണ്ടവരാരാണ്? നമ്മളാണ്. എക്സ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു സാധനത്തെ സൃഷ്ടിക്കാനുള്ള തിരക്കിലാണ് ആളുകൾ. ഈ എക്സ് മുസ്ലിംസിന്റെ പ്രശ്നം ഇസ്ലാം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന്റെ തൊട്ടുപിറകിലുള്ള ദിനങ്ങൾ. കൂട്ടത്തോടെ ആളുകൾ മതം വിട്ടുപോയാൽ ഒരു വല്ലാത്ത സാഹചര്യം, സങ്കടകരമായ അവസ്ഥ. ഇപ്പുറത്ത് സക്കാത്ത് നൽകാൻ കൂട്ടാക്കാത്ത ആളുകളുടെ അവസ്ഥ. അങ്ങനെയുള്ള വല്ലാത്തൊരവസ്ഥയിൽ ആയിഷ ബി പറയുന്നു, لما توفي رسول الله صلى الله عليه وسلم ارتدت العرب وشعبت اليهودية والنصرانية ونجم النفاق وصار المسلمون كالغنم المطيرة في الليلة الشاتية لفقد نبيهم صلى الله عليه وسلم حتى جمعهم الله على أبي بكر. എന്റെ പിതാവിന്റെ മുമ്പിൽ ഉരുണ്ടുകൂടിയ ഈ പ്രതിസന്ധി ഉറച്ച പർവ്വതത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നുവെങ്കിൽ ആ പർവ്വതം ഛിന്ന ഭിന്നമായി പോയെന്ന് എന്നാണ് ആയിഷ ബീവി ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. മുമ്പിലകപ്പെട്ട, ആരുടെ മുമ്പിൽ? ഹിംസജന്തുക്കൾക്ക് മുമ്പിൽ അകപ്പെട്ട ആട്ടിൻപറ്റങ്ങളെ പോലെയായിരുന്നു. എപ്പോന്നറിയോ? കോരിച്ചൊരിയുന്ന മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് തണുത്ത് വിറച്ചു നിൽക്കുന്ന ആട്ടിൻപറ്റങ്ങൾ. അവർക്ക് മുമ്പിൽ ഹിംസജന്തുക്കൾ അവയെ തിന്നാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു
മുസ്ലിം സമുദായം വന്നു. അവർ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന സകല വിഷയങ്ങളിലും ഉചിതമായ തീരുമാനമെടുക്കാൻ എന്റെ പിതാവിനായി എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. ആയിഷ ബീവി പറയുന്നത് മറ്റുള്ള ആളുകൾ പറയുന്നുണ്ട്, ഉർവത്ത് ബിൻ സുബൈറിനെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ആളുകൾ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നോട് തർക്കിക്കാൻ മെനപ്പെട്ടു. അങ്ങനെ തർക്കിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പോലും ചില വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായി. മഹിയ ഉമർ, നിർത്തു ഉമർ എന്ന് പറയേണ്ടി വന്നു. സ്വയമുയർന്ന് സംസാരിക്കേണ്ടി വന്നു, സംവാദം നടത്തേണ്ടി വന്നു. യാ ഖലീഫത്ത് റസൂലുള്ളാഹ് ലാ തഖലത ലനാ ബിഹർബിൽ അറബ് ജമീഅൻ ഇൽസം ബൈതക വഅലിഖ് ബാബക വഅബ്ദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന ആളുകൾ പറഞ്ഞു. ഖലീഫ, അറബികളോട് മുഴുവൻ യുദ്ധം ചെയ്യാൻ നമുക്കാവില്ല, അങ്ങ് പിന്മാറുക. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ട് താങ്കൾക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് വീട്ടിൽ വാതിലടച്ചിട്ട് താങ്കൾക്ക് സ്വസ്ഥമായി ഏകനായി അങ്ങനെ ചെയ്യാലോ, മരണം വരെ അങ്ങനെ ഇബാദത്ത് എടുത്താൽ മതി. ഇത് വിജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ നിരാശപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എണീറ്റ് നിന്നു. കൽ അസദിൽ ഹുസൂർ, ഒരു വല്ലാത്ത വീരശൂര പരാക്രമിയായ സിംഹത്തിന്റെ ഭാവം പൂണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ചരിത്രം പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, അയുൻഖസ് അദ്ദീൻ വഅന ഹയ്യുൻ, അയുൻഖസ് അദ്ദീൻ വഅന ഹയ്യുൻ, അയുൻഖസ് അദ്ദീൻ വഅന ഹയ്യുൻ. അബൂബക്കർ ജീവിച്ചിരിക്കെ ഈ മതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോറലേൽക്കുകയോ പരിക്കേൽക്കുകയോ നോ, അങ്ങനെയൊന്നും സംഭവിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ആരുമില്ലെങ്കിൽ ഈ കലഹമുണ്ടാക്കുന്ന, ഈ വിപ്ലവം പ്രഖ്യാപിച്ച ആളുകളോട് അബൂബക്കർ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്ന, നൈർമല്യത്തിന്റെ ഉടമയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇങ്ങനെ വന്നത്. അദ്ദേഹം പറഞ്ഞ ഈ കടുത്ത വാചകങ്ങൾ പറയാൻ ആളുകളുണ്ടായിരുന്നുവെങ്കിൽ എന്താ ഉണ്ടാകുമെന്നറിയോ? ഈ ഇസ്ലാമിന്റെ ചരിത്രം മറ്റൊന്നായി മാറുമായിരുന്നു. പ്രതിസന്ധികളിൽ തളർന്നു പോവാത്ത അവസ്ഥ മതത്തിന് എന്നും ഉണ്ടാകുമായിരുന്നു. മുർത്തദുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അബൂബക്കർ ഉണ്ടാകുന്നില്ല, നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കുറെ ആൺകുട്ടികൾ ഉണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ മുസ്ലിമാണ്, എനിക്കതിനോടാണ് കൂറ് എന്ന് കാണിക്കുന്ന വല്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ യൂഷിക്കുൽ ഉമം അല, നിങ്ങളുടെ മേൽ ചാടി വീഴാൻ പലരും കാത്തു നിൽക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. നിങ്ങളന്ന് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന ചണ്ടി കണക്കിയാകും എന്ന് പറഞ്ഞ ഹദീസുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന. നിങ്ങൾക്ക് അന്നുണ്ടാക്കുന്ന കുറ്റം നിങ്ങൾ ന്യൂനപക്ഷമായി പോയതല്ല, ദുനിയാവിനോടുള്ള പ്രേമമായിരിക്കും. കറാഹിയത്തുൽ മൗത്ത്, മരിച്ചു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങേയറ്റത്ത് പേടിയും വെറുപ്പും ഉണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവര്, പ്രതിസന്ധികളും പ്രാതികൂല്യ സാഹചര്യവും ഒക്കെ ഉണ്ടാകുമ്പോ നമ്മുടെ ഈമാൻ വർദ്ധിച്ചു വരുന്ന അവസ്ഥയുണ്ടാകും. എന്ന മുദ്രാവാക്യത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിസന്ധികളെ ഒരുമിച്ച് തരണം ചെയ്യാനുള്ള മിടുക്ക്, ഈമാനികമായ ആവേശമാണ് വിശ്വാസികളുടെ ഭാഗത്തുണ്ടാകുന്നത്, പതറി നിൽക്കലല്ല. അങ്ങനെയുള്ള ഈമാനികമായ ആവേശത്തോടു കൂടി ജീവിക്കുന്ന നല്ലവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് ഇന്നെടുക്കുന്നത്. അതിലെല്ലാവരും നന്നായി സഹകരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ദീനിനോട് കൂറ് പുലർത്തിക്കൊണ്ട് നല്ല അഭിമാനബോധത്തോടു കൂടി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാനസികമായി വ്യഥ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും വിട്ട് മാനസികമായും ഇല്ലാതെ ഒഴുകി ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ മരണപ്പെട്ടു പോയവരെയും നമ്മയും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات